ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ എടുത്ത് വന്നപ്പോൾ അത് ഡേ ഇൻ മൈ ലൈഫ് ആയില്ല, വീക്ക്ലി വ്ലോഗായി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ നീട്ടിട്ട് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്ന ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയാണ്. പിന്നെ സനു ഉണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ സനുവിന് വേണ്ടിയിട്ട് ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണേ. ദോശ ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു, പിന്നെ തലേ ദിവസം ഉണ്ടാക്കിയ ചിക്കൻ കുറച്ചുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ കൊണ്ടാട്ടം. അതൊക്കെ കൂട്ടിയിട്ട് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന്. നമ്മളിന്ന് ദൃശ്യനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ദൃശ്യനെയും ദൃശ്യൻ്റെ കുഞ്ഞാവനെയും കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോണ വഴി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുട്ടീനായിട്ട് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ജസ്റ്റലിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് കഴിച്ച് നമ്മളിതാ വീട്ടിലെത്തിയപ്പോൾ കുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇടയ്ക്കൊന്ന് ഉറങ്ങും, പിന്നെ നീക്കും, പിന്നെ ഉറങ്ങും, പിന്നെ നീക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ആള് അധികം വാശൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ അടുത്തേക്ക് എല്ലായിടത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് വേറൊരു ഡേ ആണ് കേട്ടോ. നമ്മൾ അന്ന് ഗുരുവായൂർ പോകാന്നുള്ള പെട്ടെന്നൊരു പ്ലാൻ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പച്ച സെറ്റ് മുണ്ടാണ് എടുക്കുന്നത്, അപ്പോൾ സനുവിന് പച്ച ഷർട്ടില്ല. അപ്പോൾ പച്ച ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ ഷോപ്പിലെത്തി രാവിലെ. എന്നിട്ട് കുറച്ച് നേരം അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ലാസ്റ്റ് കിട്ടി പച്ച. നമ്മൾ ഉദ്ദേശിച്ചൊരു പച്ച ഒരു ഡാർക്ക് ഗ്രീൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ കുറേ തപ്പി ലാസ്റ്റ് അത് കിട്ടി. പിന്നെ അമ്മയ്ക്കൊരു സെറ്റ് മുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് രണ്ടെടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഹായ് ഗായ്സ്, സാരി നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉള്ളവർ രേവതി നമ്മളിപ്പോൾ പൊക്കോട്ടിരിക്കുകയാണ് ഗുരുവായൂരിലോട്ട്. നമ്മൾ കുറച്ച് പേരുണ്ട് വണ്ടിയിൽ, ബാക്കി കുറച്ച് പേര് മറ്റേ വണ്ടിയിലുണ്ട്. രണ്ട് ബാങ്കിലേക്ക് പോയിക്കണം. നമുക്കൊരു ഹോൺ അടിച്ചാലോ? എല്ലാരും വണ്ടി സൈഡാക്കി തരും. എന്തിനു വെറുതെ? അത് നമുക്ക് എല്ലായിടത്തും പോയി ചെക്ക് ചെയ്തോക്കാം. ഇതു ഹായ്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് ഇറങ്ങിയിട്ട് രാത്രി തൊഴുതിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരികയെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും നട അടച്ചു. അത് കാരണം പിന്നെ അന്നവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം കേട്ടോ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം പിന്നെ വേറെ വീഡിയോസൊന്നും അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകമൊത്തൊരു ഓട്ടമായിരുന്നു. ഇത് പിന്നെ വേറൊരു ഡേത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നല്ലോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ഡെയിലി വ്ലോഗായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് ഗുണമായി. ഇപ്പോൾ കുറേ ദിവസത്തെ വീഡിയോ ഇങ്ങനെ എഡ് ചെയ്തിട്ടിടാമല്ലോ. മറ്റേ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ എടുക്കാൻ മറക്കും. അപ്പോൾ പിന്നെ വേറെ വീഡിയോസൊന്നും ഇല്ലാണ്ട് അങ്ങനെ എത്രയോ ഡേ ഇൻ മൈ ലൈഫിൻ്റെ മരിച്ചെടുക്കുന്നു. അപ്പോൾ ഇതെന്തായാലും വീക്ക്ലി വ്ലോഗ് ആയത് കാരണം എനിക്ക് ഗുണമായി. അപ്പോൾ നമ്മളിതാ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പല്ല് ഡോക്ടറെ അടുത്ത് പോകാനുണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ നേരെ തിരിച്ച് KR പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ KR ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ചിക്കൻ ടിക്ക സാൻഡ്വിച്ച്, പിന്നെ ഒരു പ്ലേറ്റ് ഷവർമ, പിന്നെന്താ 2 ലൈന്, ഒരു ചായ, പിന്നെ ചിക്കൻ മോമോസ് സ്റ്റീംഡ്. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആവും. സോ ലെറ്റ്സ് വെയിറ്റ്. 15 മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മോമോസ്, ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ആൻഡ് ഷവർമ. മോമോസ് കഴിക്കാം. ഷവർമ കഴിക്കാം. ഏത്
അങ്ങനെ നേരെ നമ്മൾ ഷവർമ്മ കഴിച്ചിട്ട് എൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് അമ്മേനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ കോറയ്ക്ക് വന്നു കേട്ടോ. കോറയ്ക്ക് കുറേ കാലത്തിന് ശേഷം കേട്ടോ ഞാനും വരുന്നത്. നമ്മൾ ടാറ്റ പോകുകയാണ്. അതാ പുതിയവള ഫ്രം ബാംഗ്ലൂർ. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഹൈലൈറ്റിലാണ് കേട്ടോ. തൃശ്ശൂർ ഹൈലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇതാ ഒരു പിന്നിലിരുന്നിട്ടൊരു കുട്ടീനോട് അങ്ങോട്ടും നീക്കുമെന്ന് പറയുന്നുണ്ട്. അവളുടെ ഫേസ് കാണിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന ഒരു കോൺസെൻട്രേഷനിലായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട ലിപ്സ്റ്റിക്കാണോ ഈ ലിപ്സ്റ്റിക്കാണോ രസം. ഫസ്റ്റ് ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രസമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു റെഡ് ഷെയ്ഡ് ഇട്ടു കേട്ടോ. മറ്റേ ന്യൂഡ് ഷെയ്ഡിക്ക് എന്തോ രസമില്ലാത്ത പോലെ തോന്നി. അപ്പോൾ പിന്നെ ഞാൻ മാറ്റി. ഇതാ നമ്മളങ്ങനെ തൃശ്ശൂർ ഹൈലൈറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഹൈലൈറ്റ് വന്നതിൻ്റെ പല റീസണിൽ ഒരു റീസണായിരുന്നു മിനിസോലോ വരിക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് അവിടെ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മിനിയൂസ് കയറി. ഇവിടെ കയറിയാലുള്ള പ്രശ്നം ഇറങ്ങാൻ തോന്നില്ല. ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്ന സമയം പോകണമെന്നറിയില്ല. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മിനീസോന്ന് ഇറങ്ങി നേരെ മാമർത്തിൻ്റെ സ്റ്റോറിലോട്ട് പോയിട്ടോ. അവിടെ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഫേസ് വാഷ്, സൺസ്ക്രീന് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അതിനുശേഷം പിന്നെ നേരെ നമ്മൾ പർപ്പിളിൻ്റെ സ്റ്റോർ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് സെറും സനുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ സെറം, ഫേസ് വാഷ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. എനിക്കായിട്ട് ഞാനൊരു മേക്കപ്പ് റിമൂവർ മാത്രമേ മേടിച്ചുള്ളൂ. ബാക്കിയൊക്കെ സനുവിന് കൊണ്ടുപോകാനുള്ളതായിരുന്നു. അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ലൈഫ് സ്റ്റൈലിലാട്ടോ പോയത്. അവിടെ പിന്നെ കയറിയപ്പോൾ തന്നെ തിരിച്ചിറങ്ങി കേട്ടോ. ഭയങ്കര കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ബബിൾ ടീ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ബബിൾ ടീ. അപ്പോൾ ഞങ്ങൾ 3 പേരും ബബിൾ ടീ ഓർഡർ ചെയ്ത് കഴിച്ചു. അങ്ങനെ നമ്മളങ്ങനെ ഹൈലൈറ്റ് പോയി, ബോബ ടീ കുടിച്ചു, മിനിസോ പോയി, പിന്നെ അവിടെ പോയി അത് വെസ്റ്റ് സൈഡിൽ പോയില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും ബോബ ടീ കുടിക്കാൻ വേണ്ടി കയറി. അത് കുടിച്ചു. പക്ഷേ നമ്മൾ ഫസ്റ്റ് കുടിച്ചതിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി ഇനി ബാക്കി നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി കുടിക്കാം. അത് നമ്മളിനി എവിടേക്കാണ് പോകുന്നത്? നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തൃശ്ശൂർ ഒരു റാമൻ സ്പോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ പോയി കഴിച്ച് നോക്കാം അല്ലേ. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഉണ്ട് നമ്മളിവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. റിമി കഴിച്ചോളൂ? റിമി കഴിച്ചിട്ടില്ല. ഇല്ല, രാമിന് കഴിച്ചിട്ടില്ല, ആരും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിനി റാമൻ കഴിക്കാൻ വേണ്ടിയിട്ട്, അവിടെ എൻ്റെ പേരെന്തായിരുന്നു, നിതാസ് ദ ലോസ്റ്റ് മോമോ എന്നാണ് പേര്. നിതാസ് ദ ലോസ്റ്റ് മോമോ. അപ്പോൾ അവിടെ കൊറിയൻ ഫുഡൊക്കെ ഉണ്ട്. നമുക്കിനി എവിടെ സൗണ്ട് നമുക്കിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം.
അവിടെ എത്തും 1 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇത് മുഖത്ത് ഭയങ്കരമായിട്ട് തകർത്തിങ്ങനെ കുരു വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇന്ന് തൊട്ടുണ്ട് ലിപ്സ്റ്റിക്കൊക്കെ സ്റ്റാച്ച് ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ട്. മാമർത്തിൻ്റെ കുറച്ച് ഫേസ് വാഷും അത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ പർപ്പിളിൽ കയറി. പർപ്പിളിനും മറ്റേ ആ ക്ലെൻസിങ് ഓയിലിൻ്റെ പേരെന്തായിരുന്നു? റൈസ് വാട്ടർ അല്ല, ഇതിൻ്റെ പേരെന്തായിരുന്നു ബ്രാൻഡിൻ്റെ? ഫേസ് ഷോപ്പിൻ്റെ ഒരു ക്ലെൻസിങ് ഓയിൽ മേടിച്ചു. പിന്നെ സനുവിന് വേണ്ടിയിട്ട് ഡോട്ടെൻകീൻ്റെ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ 2 സ്ഥലം മേടിച്ചു. പിന്നെ മേടിച്ചിട്ടുള്ളത് എന്താ മേടിച്ചത് നമ്മള്? പിന്നെ മേടിച്ചത് എന്താ? അപ്പൊ നമ്മളിതാ ഇനി പെത്തും 1 മിനിറ്റ് കൂടെ ഉള്ളൂ. നന്നായി മതിയായിരുന്നു. എന്താ നിദാസ് ലോസ് മോമോ കണ്ടോ? ഡോണർ ഡാഡി ആണല്ല, നിദാസ് ലോസ് മോമോ കുറച്ചുകൂടി പോകണ്ടല്ലോ. एक चिकन फैमिली अभी ऑर्डर करो, अभी मैं मोमोज को നമ്മൾ പിന്നെ നേരെ വെസ്റ്റ് സൈഡിലോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കയറി അപ്പം തന്നെ ഞാനൊരു സെലിബ്രിറ്റീനെ കണ്ടു കേട്ടോ അവിടെ. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, പക്ഷെ ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. നമ്മൾ കണ്ടത് ഉവിയനായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, സനു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സനു ഫോട്ടോ എടുത്ത സമയത്ത് ഞാൻ ട്രയൽ റൂമിലായിരുന്നു, കാരണം എനിക്ക് സെൽഫി എടുക്കാൻ പറ്റിയില്ല. സനു സെൽഫി എടുത്തു. അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ തോമസൻ കൈസയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ തൃശ്ശൂർ വന്ന് അധികം ഫുഡ് കഴിക്കാൻ പോകുന്ന അവിടെ തന്നെ കേട്ടോ. നല്ല ഫുഡാണ്, നല്ല തിരക്കുണ്ടാവും കേട്ടോ. എപ്പോൾ ചെന്നാലും കുറച്ച് നേരമെങ്കിലും വെയിറ്റ് ചെയ്യണം, നല്ല ഫുഡ് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം മെല്ലെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.